ഹലോ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളപ്പോൾ കുറച്ച് ദിവസമായി ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെട്ടുമാങ്ങ അച്ചാറിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താണ് ഈ വെട്ടുമാങ്ങ അച്ചാർ? ഒന്നുമില്ല, നമ്മൾക്ക് മാങ്ങ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ വെട്ടുമാങ്ങ എന്ന് പറയുന്നത്. നമ്മൾ മാങ്ങ നല്ലപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കി കട്ട് ചെയ്ത് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെയിലത്ത് വെച്ച് ഒരു ദിവസത്തെ വെയിലത്ത് വെച്ച് ഉണക്കി കൊണ്ടുവന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. 5 കിലോ മാങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം 5 കിലോ മാങ്ങയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. അയമോദകം 50 ഗ്രാം, കരിഞ്ജീരകം 50 ഗ്രാം, ചെറിയ ജീരകം 50 ഗ്രാം, പെരിഞ്ജീരകം 50 ഗ്രാം, അതുപോലെ ഉലുവ 50 ഗ്രാം, കുരുമുളക് 50 ഗ്രാം. ഇത്രയും കൂടി ഇട്ടേച്ച് വഴറ്റണം. പിന്നെ കടുകും അതുപോലെ തന്നെ 50 ഗ്രാം. ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞു പോകരുത്. നമ്മളുടെ ഈ ഒരു കൂട്ടെന്ന് പറയുന്നത് ഇതിങ്ങനെ ചൂടാകുമ്പം കടുക് പൊട്ടി വരുമല്ലോ. കടുക് പൊട്ടാൻ തുടങ്ങുമ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. എല്ലാ കടുകും പൊട്ടി തീരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട. കടുക് ജസ്റ്റ് ഒന്ന് ക്രാക്ക് ആവാൻ തുടങ്ങുമ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിടാം. പിന്നെ ആ ഒരു ചൂടിനകത്തിലിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിക്കിയെടുക്കുകയോ വേണ്ടു. അതിന് ശേഷം നമുക്കിതിന് വേണ്ട എണ്ണ എന്ന് പറയുന്നത് കടുകെണ്ണയാണ് നമ്മൾ ഈ ഒരു അച്ചാറിന് ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അച്ചാറാണ്, നമ്മുടെ നാടനല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഉപയോഗിക്കുന്നത് കടുകെണ്ണയാണ്. ഇനി നമ്മളിതിലേക്ക് ഇടുന്നത് കായമാണ്. കായം നിങ്ങൾക്ക് കാണാം, ഒരു 6 പീസോളം കായം നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കായ പൊടിയല്ല, കായ കട്ടക്കായ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് നല്ലൊരു മണം വരില്ലേ, ആ ഒരു രീതിയിൽ ആക്കി കായം ആ കൂട്ടിൻ്റെ കൂടെ തന്നെ മിക്സിയിലിട്ട് നല്ലപോലെ പൊടിക്കണം. അതാണ് അതിൻ്റെ ഒരു പരുവം. വീണ്ടും നമ്മൾ കടുകെണ്ണ തന്നെയാണ് നമ്മളുടെ പാത്രത്തിലേക്ക് ഒഴിക്കുന്നത്. അപ്പം ഈ കടുകെണ്ണയിലേക്കാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ചൂടിൻ്റെ ആവശ്യമേ ഇല്ല. എണ്ണയൊന്ന് ജസ്റ്റ് ചൂടാക്കണം, അതിന് ശേഷം നമുക്ക് പിന്നെ ഗ്യാസിൻ്റെ ആവശ്യമില്ല. എണ്ണയൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം, കാരണം ഓൾറെഡി നമ്മൾ മൂപ്പിച്ച പൊടിയാണ്, നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ ആ മൂപ്പിച്ച പൊടി ആ ചെറിയ ചൂടായ എണ്ണ വെട്ടി തിളയ്ക്കേണ്ട, ചെറിയതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അതിലേക്ക് ആ മൂപ്പിച്ച് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഇടുക. ശേഷം മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. മുളക് പൊടി നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ കശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളം നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കളറേ നമുക്ക് വരുന്നുള്ളൂ, എരിവ് വളരെ കുറവാണ്. കുരുമുളക് പൊടിയുടെ എരിവ് മാത്രമേ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പം തീരെ മുളക് പൊടിയൊന്നും കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അത് നല്ലപോലെ ഇളക്കി ഈ കൂട്ടുകളെല്ലാം തന്നെ ആ എണ്ണയിലേക്ക് നല്ലപോലെ അങ്ങ് മിക്സായി വരണം. ഉപ്പും ഞാനൊരു കണക്ക് അങ്ങനെ എടുത്ത് പറയുന്നില്ല, അച്ചാറാണ്, അപ്പം ആവശ്യത്തിന് ഉപ്പ് എന്തായാലും വേണം. ഇവിടെ ഇപ്പം നമ്മൾ ഇട്ടേക്കുന്നത് ഒരു 3.5 ടേബിൾ സ്പൂണോളം ഉപ്പ് നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് വീണ്ടും ചേർത്ത് കൊടുക്കും. അപ്പം ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം, അച്ചാറിന് എത്ര ഉപ്പ് വേണം എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതെല്ലാം നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ആ മാങ്ങയെല്ലാം ഇട്ടതിന് ശേഷം വേണം നമുക്കിതിനെ ഇളക്കാൻ. അപ്പോൾ മാങ്ങ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് വിളഞ്ഞ മാങ്ങയാണ്. അതായത് വിളഞ്ഞതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു മഞ്ഞ വീണ മാങ്ങ, അത് വേണം നമ്മൾ ഇതിന് ഉപയോഗിക്കാൻ. അപ്പോൾ ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും ഇതിന്. ഒത്തിരി പുളി പാടില്ല ഈ അച്ചാറിന്. ചെറിയൊരു മധുരത്തിൽ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നല്ലപോലെ ഇനി ഇത് നമുക്ക് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് ഫുള്ള് മാങ്ങയിൽ ഇത് നമ്മുടെ ഇത് കവർ ചെയ്ത് വരണേ. അതേ രീതിയിൽ നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഫൈനൽ ഈ ഒരു ലുക്കിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഈ സംഭവം, ഈ ഒരു മാങ്ങ എത്ര ദിവസം വേണമെങ്കിലും കേടാവാണ്ട് നമുക്ക് പുറത്ത് സൂക്ഷിക്കാൻ പറ്റും. എണ്ണ കുറച്ച് കൂടുതൽ നമ്മൾ ഇട്ട് വെക്കുന്ന കുപ്പിയുടെ മുകളിൽ എണ്ണ കുറച്ച് കൂടുതൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുട്ടി വ്ളോഗ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.